ദൈവത്തിന് സ്തോത്രം. സകല ശത്രുക്കളുടെയും കയ്യിൽ നിന്നും ദൈവം വെടിവിച്ചതിന് ശേഷം രാജ്യഭരണത്തിന്റെ തുടക്കത്തിൽ ദാവീദ് യഹോവയ്ക്ക് പാടിയ ഒരു സ്തോത്ര ഗീതമാണ് 2 സാമുവേൽ 22 അധ്യായം. ഇതിന് 18 സങ്കീർത്തനവുമായി വളരെ സാമ്യമുണ്ട്. ഈ അധ്യായത്തിൽ ദാവീദിന്റെ സാക്ഷ്യം ഇങ്ങനെയാണ്: ദൈവം എന്റെ ഉറപ്പുള്ള കോട്ട, നിഷ്കളങ്കനെ അവൻ വഴി നടത്തുന്നു. ശമൂവേൽ പ്രവാചകനിലൂടെ ദൈവം നൽകിയ അഭിഷേകവും അധികാര നിയോഗങ്ങളും യാഥാർത്ഥ്യമാകുമെന്ന് നീണ്ട 10 വർഷത്തെ സഹനങ്ങൾക്കിടയിലും ദാവീദ് വിശ്വസിച്ചു. സാധാരണഗതിയിൽ അങ്ങനെയൊന്നും വിശ്വസിക്കാൻ യാതൊരു സാധ്യതകളുമില്ലായിരുന്നു. ദാവീദിന്റെ പ്രത്യാശ ദൈവം യാഥാർത്ഥ്യമാക്കി കൊടുത്തപ്പോൾ ദാവീദ് ഹൃദയപൂർവ്വം ദൈവത്തെ സ്തുതിച്ച് പാടി. എന്നും എപ്പോഴും ദാവീദിന്റെ ബലവും ശക്തിയും ആശ്രയവുമൊക്കെ ദൈവമായിരുന്നു. ചില പരിഭാഷകളിൽ ദൈവം എന്റെ സുരക്ഷിത കോട്ട എന്നാണ് പറയുന്നത്. ദൈവം അനുഗ്രഹിച്ചു നൽകിയ വലിയ നിയോഗങ്ങളിലേക്ക് എത്തിച്ചേരാൻ 10ഓളം വർഷങ്ങളിലെ കഷ്ടപ്പാടും സഹന പരീക്ഷണങ്ങളും മരണഭീതിയും ഒളിച്ചോട്ടവുമൊക്കെ ദാവീദിനു വേണ്ടി വന്നു. അപ്പോഴൊക്കെ ദാവീദിന്റെ പ്രത്യാശയും ശക്തിയും ബലവുമൊക്കെ ദൈവമായിരുന്നു. തന്റെ മുമ്പിലുള്ള എല്ലാ വെല്ലുവിളികളെയും നേരിടുവാനും അതിജീവിച്ച് മുന്നേറുവാനുമൊക്കെ ദൈവം ദാവീദിന് അമിത ബലം നൽകി. ദൈവകരങ്ങളുടെ സുരക്ഷിത കോട്ടയ്ക്കുള്ളിൽ കാത്തു പരിപാലിച്ചു. ദുഷ്കരമായ വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നേറുവാൻ കഴിഞ്ഞതിന്റെ ക്രെഡിറ്റ് ദാവീദ് സ്വയം ഏറ്റെടുത്തില്ല. എന്റെ കഴിവുകൊണ്ടാണ്, എന്റെ സാമർഥ്യം കൊണ്ടാണ് എന്നൊന്നും ദാവീദ് അവകാശപ്പെട്ടില്ല. കാത്തു പരിപാലിച്ച് അനുഗ്രഹകരമായി വഴി നടത്തിയ ദൈവത്തിന്റെ വലിയ കൃപയ്ക്ക് ദാവീദ് ഈ സ്തോത്രഗീതത്തിൽ നന്ദി പ്രദർശിപ്പിക്കുകയാണ്. തന്റെ ജീവനെ വേട്ടയാടുവാൻ ശത്രുക്കൾ അനവധി തന്റെ ചുറ്റും അണിനിരന്നപ്പോൾ ദൈവം ദാവീദിന് സുരക്ഷിത പാതയൊരുക്കി വിടുതൽ നൽകി ദൈവത്തിന്റെ പദ്ധതി ഒടുവിൽ നടപ്പിലാക്കി. അതുമാത്രമല്ല, സംഘർഷ സാഹചര്യങ്ങളിൽ ക്ഷമയുടെയും സഹനത്തിന്റെയും സമീപനം സ്വീകരിക്കാനുള്ള വൈകാരിക പക്വതയും ജ്ഞാനവും ദൈവം നൽകി. പലരും പ്രതിസന്ധി ഘട്ടങ്ങളിൽ വൈകാരികമായി പ്രതികരിച്ച് ഏൽപ്പിച്ച നിയോഗം പൂർത്തിയാക്കാൻ കഴിയാതെ പോകാറുണ്ട്. ദാവീദിനെ തടഞ്ഞു നിർത്താനും പ്രതിരോധിക്കുവാനും വധിക്കുവാനും പരിഹസിക്കാനുമൊക്കെ അനേകം ശത്രുക്കൾ പടയണിയായി അവന്റെ മുമ്പിൽ വന്നു. പക്ഷെ എല്ലാ ശത്രുക്കളെയും പ്രതിസന്ധികളെയും ദൈവം തടുത്തുമാറ്റി സുരക്ഷിത പാതയൊരുക്കി. നമ്മളെല്ലാവരും ദാവീദിനെ പോലെ പ്രതിസന്ധികളും ശത്രുക്കളും അപകട സാധ്യതകളുമുള്ള ജീവിത പാതകളിലൂടെയാണ് ഓരോ ദിവസവും യാത്ര ചെയ്യുന്നത്. നമ്മെ ഏൽപ്പിച്ച നിയോഗങ്ങളുടെയും ദൈവവിളിയുടെയും വഴിയിലൂടെ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര അത്ര എളുപ്പമൊന്നുമല്ല. തടസ്സങ്ങളും പ്രതികൂലതകളും തീർച്ചയായിട്ടും ഉണ്ടാകും. അസൂയാലുക്കൾ യാതൊരു കാരണവും കൂടാതെ നമ്മെ എതിർക്കുവാൻ വരും. ദൈവത്തിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുമെങ്കിൽ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല.
ദൈവം ദൈനംദിനം ശക്തി നൽകി പരിപാലിച്ചുകൊണ്ടിരിക്കും. വഴിയൊരുക്കി വഴി നടത്തും. ശത്രുവിന്റെ തീയമ്പുകളിൽ ദൈവം പരിചയം സുരക്ഷിത കോട്ടയുമായിരിക്കും. വീഴ്ച താഴ്ചകളിലും ജീവിത പരീക്ഷണങ്ങളിലും താങ്ങി നടത്തിയ ദൈവ സ്നേഹത്തെപ്പറ്റി ദാവീദിന്റെ സാക്ഷ്യം ഇങ്ങനെയാണ്. 34-ാം സങ്കീർത്തനം. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിൽ നിന്നും രക്ഷിക്കുകയും ചെയ്തു. കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. 27-ാം സങ്കീർത്തനം. യഹോവ എന്റെ വെളിച്ചവും രക്ഷയുമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം. ഞാനെന്തിനാണ് ഭയപ്പെടുന്നത്? 37-ാം സങ്കീർത്തനം. മനുഷ്യന്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ്. തനിക്ക് പ്രീതികരമായി നടക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കും. അവൻ വീണേക്കാം, എന്നാൽ അത് മാരകമായിരിക്കുകയില്ല. കർത്താവ് അവന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഈ അത്ഭുത തിരുവചനങ്ങൾ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും ഭയാശങ്കകളിലും നമുക്ക് പ്രത്യാശയും പിൻബലവുമായിരിക്കട്ടെ. ദൈവം നമ്മെ അത്ഭുതകരമായി വഴി നടത്തട്ടെ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.